എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാനൊരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, പ്രഡിക്റ്റീവ് ചാനൽസ് എന്ന് പറഞ്ഞാൽ. അത് CPR സ്ട്രാറ്റജിയുമായിട്ട് ക്ലബ് ചെയ്യുമ്പം നമുക്ക് ഇച്ചിരൂടെ നല്ല രീതിയിൽ ട്രേഡൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞു അതിൻ്റെ ട്രേഡിങ് രീതി എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ഇട്ട് തരാമോ എന്ന്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാനും അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ പറഞ്ഞുതരാം. ഞാൻ സാധാരണ യൂസ് ഇപ്പം മാർക്കറ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മാർക്കറ്റ് ഇപ്പം 49 പോയിൻറ്റ് പ്ലസ് നിൽക്കുന്ന സമയമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രൊഡിക്റ്റീവ് ചാനൽ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്ററും CPR, ഇപ്പോൾ CPRൻ്റെ സെറ്റിങ്സും എല്ലാം ഇവിടെ ഉണ്ട്. ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ഷോർട്ട് സെൽ സ്ട്രാറ്റജിയെ പറ്റിയുള്ളതെല്ലാം എൻ്റെ ചാനൽസിനകത്ത് ഉണ്ട്. ഇവിടെ ഇതിൽ ഒരു മിനിറ്റ്, പ്ലേ സ്റ്റോറിൽ ഈ മൈ CPR സ്ട്രാറ്റജി എന്ന് പറയുന്ന ഇതിനകത്ത് ഇതുണ്ടല്ലേ, മൈ മോസ്റ്റ് സക്സസ്ഫുൾ ട്രേഡിംഗ് സ്ട്രാറ്റജി. ഈ ഒരു വീഡിയോക്കകത്ത് CPRൻ്റെ സെറ്റപ്പും ചെയ്യുന്ന രീതികളും എങ്ങനെയാണെന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ നമുക്ക് കൂടുതൽ ആക്യുറസി കിട്ടാൻ വേണ്ടി ഞാൻ പ്രൊഡിക്റ്റീവ് ചാനൽസ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്ററും യൂസ് ചെയ്യുന്നുണ്ട്, ലക്സാൽഗോ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഞാനിപ്പോൾ ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം കുറച്ച് പേർക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, പക്ഷേങ്കിൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇൻഡിക്കേറ്റർ നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ പ്രൊഡിക്റ്റീവ് ചാനൽ അടിക്കുമ്പോൾ ഈ ലക്സാൽഗോയുടെ പ്രൊഡിക്റ്റീവ് ചാനൽ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. CPRൻ്റെ അതുപോലെ ഇതിൻ്റെ ലൈനുകളും ഉണ്ട്. ഇപ്പം CPR ജസ്റ്റ് ഹൈഡ് ചെയ്യുമ്പം ഇതാണ് പ്രൊഡിക്റ്റീവ് ചാനൽസിൻ്റെ. അത് ഷെയറിൻ്റെ മൂവ്മെൻറ്റിൻ്റെ അനുസരിച്ച് അതിനകത്ത് ഓരോ ലെവലുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ 4, ഇപ്പം ഇത് ഗോൾഡിയം ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഷെയറിൻ്റെ മോർണിംഗ് ഇപ്പം അതിനകത്ത് CPR സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടില്ലേ, അതിനകത്ത് ഇന്നലത്തെ ആ ലെവൽ കണ്ടിന്യൂ ചെയ്യുക. ഇന്നലത്തെ ആ ലെവലിനുള്ളിൽ കിടന്നാണ് ട്രേഡ് ആയിരിക്കുന്നത്. ഇത് ബ്രേക്കായി മുകളിലോട്ടോ താഴോട്ടോ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഇതിനുള്ളിൽ ഹൈയിൽ വരുമ്പോൾ സെല്ല് ചെയ്യുക. അതിൻ്റെ എപ്പോൾ ഹട്ട് ചെയ്ത് മാറുന്നു അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് മാറുക. പ്രൊഡിക്റ്റീവ് ചാനൽസിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത് CPR ഒന്ന് ഹൈഡ് ചെയ്യാം. സെറ്റിങ്സിനകത്ത് പ്രത്യേകിച്ചൊന്നും സെറ്റ് ചെയ്യാനില്ല. ഇവിടെ എല്ലാം അപ്പർ റെസിസ്റ്റൻസ്, ലോവർ റെസിസ്റ്റൻസ്, ആവറേജ്, അപ്പർ സപ്പോർട്ട്, ലോവർ സപ്പോർട്ട് ഒന്നും ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല. അതിൻ്റെ ഇൻപുട്ട് 5, 50 എന്നുള്ള ഇത് തന്നെയാണ് എടുക്കുന്നത്. അത് ഡിഫോൾട്ടായിട്ട് തന്നെ കിടപ്പുണ്ട്. അത് നമ്മൾ സേവ് ചെയ്തിടുക, ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഇന്നലെ എടുത്തു വെച്ചിരിക്കുന്ന ഷെയറുകളാണ് ഈ ഷെയറുകളെല്ലാം. ഇതിനകത്ത് നമുക്ക് പല ഷെയറിനകത്തും നല്ല ചാൻസുകൾ ഈ പ്രൊഡിക്റ്റീവ് ചാൻസും CPR യൂസ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ CPR ഇപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ എക്സാമ്പിൾ അഡാനി പവർ ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെൻ്റാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഒരു ഹെവി മൂവ്മെൻറ്റ്. ഈ പ്രൊഡിക്റ്റീവ് ചാനൽസ് നമ്മൾ സ്കാൽപ്പിംഗ് ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്നലെ അത് അപ്പർ സർക്യൂട്ടിൽ പോയി നിന്ന ഷെയർ. അപ്പോൾ ഇന്ന് ഓപ്പണിങ് ചെയ്യുമ്പോഴും ആ പ്രൊഡിക്റ്റീവ് ചാനൽസിൻ്റെ ഒരു ഇതാണ് വരുന്നത്, ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നത്. ഇതിനകത്ത് ഈ പ്രൊഡിക്റ്റീവ് ചാനൽസിൻ്റെ ഈ മുകളിലത്തെ ഈ ലൈൻ എന്ന് പറയുന്ന രണ്ടാമത്തെ റെസിസ്റ്റൻസ്, ഇത് ഫസ്റ്റ് റെസിസ്റ്റൻസ്, ഇത് ആവറേജ്, ഇത് വന്നിട്ട് സപ്പോർട്ട് 1, ഇത് സപ്പോർട്ട് 2. അപ്പോൾ CPR ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ചാൻസുകൾ വരുന്നത് എവിടേക്കാണ്? നമുക്ക് ചാൻസ് തരുന്ന ഒന്ന് ഇതിന് മുകളിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് ഉണ്ട്. ഇവിടെ നോക്കിക്കേ, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇവിടെ തന്നെ ഇറങ്ങുമ്പോൾ പ്രൊഡിക്റ്റീവ് ചാനൽസിൻ്റെ ആ റേഞ്ച് ഇവിടെ തന്നെ കിടക്കുക. അപ്പോൾ നമുക്കവിടെ ഈ ഒരു ഹൈ വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമുക്കിവിടെ എൻട്രി എടുക്കും. ഇവിടെ എൻട്രി 540 എടുത്താൽ നമുക്ക് 526, 14 രൂപ നിമിഷ നേരം കൊണ്ട് തന്നെ ഇവിടെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ നോക്കുമ്പോൾ തിരിച്ച് പെട്ടെന്ന് കയറി ഇത് ബ്രേക്കായി. പ്രീവിയസ് ഡേ ബ്രേക്ക് ആകുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പം പെട്ടെന്ന് ഹെവി മൂവ്മെൻ്റ് വന്നു കഴിഞ്ഞാൽ ഇതിവിടെ നോക്കി, ഇവിടുന്ന്
534 570, 40 രൂപയുടെ ഹെവി മൂവ്മെൻ്റാണ് ആ ഷെയർ. അപ്പോൾ ഇത് പെട്ടെന്ന് ബ്രേക്കായി ഹെവി മൂവ്മെൻ്റ് കാണിക്കുമ്പോൾ പെട്ടെന്ന് അടുത്ത ലെവൽ ക്രിയേറ്റ് ആവും. അടുത്ത ലെവൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിൽ ഈ ഷെയർ പോയെങ്കിൽ അവിടുന്ന് നല്ലൊരു സെല്ലിങ് വരാൻ ചാൻസ് കൂടുതലാണ്. ഇവിടെ നോക്കി പെട്ടെന്ന് തന്നെ ഇത് ഇപ്പം ഈ ഒരു റേഞ്ചൊക്കെ ആകുമ്പോഴത്തേന് ഇത് ഈ ഒരു ലെവൽ ക്രിയേറ്റ് ആവും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ അന്നേരം വെയിറ്റ് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ പോയി ട്രേഡാകുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ പോയി ട്രേഡായി കഴിഞ്ഞാൽ അതായത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രൊഡിക്റ്റീവ് ചാനൽ തലേ ദിവസത്തെ പ്രൊഡിക്റ്റീവ് ചാനലിൻ്റെ ആ ഒരു കണ്ടിന്യൂവേഷൻ ബ്രേക്ക് ചെയ്ത അടുത്തൊരു ലെവൽ പെട്ടെന്ന് കയറി ഓപ്പണിങ്ങിൽ തന്നെ 5-10 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് കയറി കഴിയുമ്പോൾ ഹെവി മൂവ്മെൻറ്റ് വന്നിട്ട് പ്രൊഡിക്റ്റീവ് ചാനൽസിൻ്റെ ഒരു ലെവൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടോപ്പിന് മുകളിൽ പോയാൽ ഒരു സെല്ലിങ് വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു 1-1.5 മാസമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനൊരു ചാൻസ് വന്നാൽ നല്ല സൂപ്പറായിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരാൻ എൻ്റെ ഒരു കാൽക്കുലേഷന് 100% ഞാൻ പറയും. പക്ഷേങ്കിൽ നമ്മൾ മാർക്കറ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഞാൻ ഈ പ്രാക്ടീസ് ഇരിക്കുന്നുണ്ട്. ഞാൻ ഈ CPR ഇതെല്ലാം വെച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അറിയാം. ഞാൻ എന്നിപ്പോൾ എൻട്രി എടുക്കും. ഇവിടെ നോക്കി, ഇവിടെ CPR ലെവൽ വെച്ചാണെങ്കിൽ R1 വന്നിട്ടുണ്ട്. നമ്മൾ R1 മുകളിൽ പോയി R1 താഴെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ, ഇത് R1 മുകളിൽ പോയി പ്രൊഡിക്റ്റീവ് ചാനൽസിൻ്റെയും ടോപ്പിൽ കയറി തിരിച്ചിറങ്ങി. ഈ പ്രൊഡിക്റ്റീവ് ചാനൽസിൻ്റെ ടോപ്പിൽ കയറി നിന്ന് ഇത് കണ്ടില്ല, 2 ക്യാൻഡിൽ പറയുമ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കൂടുതൽ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു അനുമാനിക്കാം അവിടെ നിന്നൊരു സെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് വേണമെങ്കിൽ സെല്ല് ചെയ്യാം. ഈ റേഞ്ചിൽ സെല്ല് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഹൈ ആണെങ്കിൽ പോലും ഹൈയുടെ ഇപ്പോൾ നമ്മൾ ഈ റേഞ്ചിലേക്ക് എടുക്കുന്ന 5-6 രൂപയുടെ റിസ്ക് എടുത്തിട്ട് അവിടെ ചെയ്ത് കഴിഞ്ഞാൽ കുത്തനെ ഇടിഞ്ഞങ്ങ് പോവുക താഴോട്ട്. പിന്നെ ഇവിടെ നമുക്ക് CPR സപ്പോർട്ട്. CPRൻ്റെ നമ്മൾ ഏത് ലെവൽ ഫസ്റ്റ് റിവേഴ്സ് ആകുന്നു അങ്ങനത്തെ ചെയ്യുന്ന CPR ലെവൽ കട്ട് ചെയ്ത് ഇറങ്ങുക. നമുക്ക് അവിടെ ഒരു കൺഫർമേഷനായി, ഇവിടെ 2 കൺഫർമേഷനായി കഴിയുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നല്ല രീതിയിൽ ചാൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പം എൻ്റെ ട്രേഡിങ്ങിൽ ഞാൻ കാണിക്കാം. F11 ഇത് കണ്ടില്ല, അഡാനി പവർ ഞാൻ 2000 പല സമയത്തായിട്ടാണ് ചെയ്തേക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ ഒരു 50 ഷെയറോടെ ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ അഡാനി ഗ്രീന്, ഇതിനകത്തെല്ലാം അഡാനി പവർ അങ്ങനെ ചെയ്തിട്ടാണ് എടുത്തുള്ളത്. അഡാനി പവറിന് പല പ്രാവശ്യം ഞാൻ ചെയ്തിട്ട് ആദ്യത്തെ ടൈമിലെടുത്തു, എന്ത് ചെയ്തത് ഈ ഒരു ടൈമിലും എടുത്തു, അതിനുശേഷം ഇവിടെ എല്ലാം എടുത്തു, ഈ റേഞ്ചിലും എടുത്തു. അതിനുശേഷം ഇപ്പോൾ ആവറേജ് നിന്ന് ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുക ഈ ഷെയർ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ പുതിയൊരു ലെവൽ ക്രിയേറ്റായി താഴോട്ടുള്ള. അപ്പോൾ ഇത് ഇവിടുന്ന് താഴെ വരും. ഈ റേഞ്ച് ഇപ്പോൾ ഇങ്ങനെ നിരങ്ങിക്കുമെങ്കിൽ ഇത് ഇവിടുന്ന് അടിച്ച് താഴെ വരാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ 50 ഷെയർ വെച്ചേക്കുവാണ്. ഞാൻ ഈ ലെവലെങ്ങാനും വരുവാണെങ്കിൽ കട്ട് ചെയ്യും. ഓക്കെ, ഇതിപ്പം അപ്പ് ട്രെൻഡ് കഴിഞ്ഞു, അതിൻ്റെ ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോകുന്നതിൻ്റെ അടുത്ത ലെവൽ ക്രിയേറ്റായി. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ 2 ജസ്റ്റ് പകുതിയൊക്കെ ആയപ്പോഴത്തേനും അത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഈ ഒരു ലെവൽ, അതല്ല ഇത് തിരിച്ച് കയറി ഈ ലെവലിന് മുകളിലോട്ട് പോയാൽ സെല്ലിങ് വരാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ സെല്ലിങ് രീതി ഇതാണ്. അതല്ല ഷെയർ ഇവിടെ തന്നെ വീക്കാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എടുക്കുക, അന്നേരം വന്നിരിക്കുന്ന ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് മാറുക. പ്രൊഡിക്റ്റീവ് ചാനൽ ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് പ്രീവിയസ് ഡേ ഹൈയുടെ സപ്പോർട്ടും ഉണ്ട്, പ്രൊഡിക്റ്റീവ് ചാനൽസും ഉണ്ട്. പക്ഷേ പ്രൊഡിക്റ്റീവ് ചാനൽസിൻ്റെ ഇവിടുന്ന് വന്നു നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നിട്ടാണ് തിരിച്ച് അടുത്ത ലെവലിൽ ക്രിയേറ്റ് ആകുന്നത്. അപ്പോൾ അടുത്ത ലെവലിൽ നമുക്ക് നല്ല ചാൻസ് കിട്ടുന്നുണ്ട്. അടുത്ത ലെവലിൽ നല്ല സൂപ്പർ ചാൻസ് കിട്ടി. അതിനുശേഷം ഇത്രയും ടൈം, ഈ ഒരു ടൈം ഏകദേശം 9:45 തൊട്ട് 1:10 വരെ ഈ ഒരു റേഞ്ചിൽ തന്നെ കിടന്നിട്ട് അതിൻ്റെ താഴെ ഇവിടെ നോക്കിയേ, ഇതിന് മുകളിലോട്ട് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഈ ഷെയർ അടുത്ത ലെവലിലോട്ട് അടുത്ത ലെവൽ ക്രിയേറ്റ് ആയപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യുന്നപ്പം ഒറ്റയടിക്ക് വരുമാനമൊന്നുമില്ല. ചിലപ്പോൾ ഇങ്ങനെ കറങ്ങി ലാസ്റ്റ് ടൈമൊക്കെ ആകുമ്പോഴത്തേന് ഈ ലെവലൊക്കെ കട്ട് ചെയ്ത് താഴോട്ട് പോകും. ഓക്കെ, പ്രൊഡിക്റ്റീവ് ചാനൽസിൻ്റെ ഒരു രീതി മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു എന്താണ് പറയുന്നത്, ബൈ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഫസ്റ്റിൽ എന്തോ ചെയ്യണമെന്ന് അറിയാമോ, NSEയുടെ വെബ്സൈറ്റിൽ പോവുക, NSE ടോപ്പ് ഗെയിനേഴ്സിൽ പോവുക. NSE ടോപ്പ് ഗെയിനേഴ്സിൽ പോയിട്ട് Nifty 50 ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് ഓപ്പണിങ്ങിലൊക്കെ ഇപ്പം എക്സാമ്പിൾ ഇപ്പോൾ ട്രെൻഡ് ആണെങ്കിലും ട്രെൻഡ് നോക്കാം, ട്രെൻഡ് അടി ചെയ്യുക. ഇതിപ്പം ഇന്ന് മൂവ്മെൻറ്റ് തരുന്ന ഷെയറാണ്. അപ്പോൾ ഇതിനകത്ത് പ്രൊഡിക്റ്റീവ് ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കുക. ഇത് കണ്ടില്ലേ, ഇതിനകത്ത് ഓപ്പണിങ്ങിൽ
പ്രഡിക്റ്റീവ് ചാനൽസിൻ്റെ ലെവല് ഇവിടം വരെയാണ്. ഈ ലെവൽ, ഈ ലെവലിൻ്റെ മുകളിൽ വന്നതിന് ശേഷം ഒരു സെല്ലിങ് വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ താഴെ, ഈ ലെവലിൻ്റെ താഴെ വന്നിട്ട് നമുക്കത് CPR ഹൈഡ് ചെയ്യുമ്പോഴേ കാണത്തുള്ളൂ. കണ്ടില്ലേ? ഇതിൻ്റെ മുകളിൽ വരുമ്പോൾ ഒരു സെല്ലിങ് വരുന്നുണ്ട്. അതിനുശേഷം തിരിച്ച് വീണ്ടും കയറി ഈ ലെവൽ കട്ട് ചെയ്യുമ്പോൾ അടുത്തൊരു ലെവൽ കയറി, അടുത്ത ലെവൽ കയറിയതിന് ശേഷം ഇവിടെ സെല്ലിങ് വരുന്നില്ല. അതിനുശേഷം വീണ്ടും അടുത്തൊരു ലെവൽ ക്രിയേറ്റ് ചെയ്ത് അതിനുശേഷം ഇവിടെയാണ് വരുന്നത്. പക്ഷെങ്കിൽ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തലേ ദിവസം വലിയ മൂവ്മെൻറ്റ് ഇല്ലാതിരുന്ന ഷെയറാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു പുതിയൊരു ലെവൽ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു പുതിയ ലെവൽ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ താഴോട്ട് വരുമ്പം ഇപ്പോൾ CPR വെച്ച് ഞാൻ കാണിച്ചു തരാം. CPR വെച്ച് നോക്കുമ്പോൾ ഈ ഷെയർ ഇന്നലെ മൂവ്മെൻറ്റ് ഇല്ലാതിരുന്ന ഷെയറാണ്, ഡൗണിലിരുന്ന ഷെയർ. അപ്പോൾ ഇത് ഈ ലെവലിൻ്റെ മുകളിൽ പോയി പ്ലസ്സിൽ പോയി അതിന് ശേഷം തിരിച്ചിറങ്ങുമ്പം ഇതിൻ്റെ ഈ ലോവർ ലെവലിൽ സപ്പോർട്ട് എടുക്കുന്ന കണ്ടാൽ, ലോവർ ലെവലിലോ ഈ ആവറേജ്, ഇത് ആവറേജാണ്, ഈ ലോവർ ലെവലിൽ ഈ ആവറേജിൽ ഇത് സപ്പോർട്ട് എടുക്കുന്നുണ്ട്, ബൈ ചെയ്യാം. പിന്നെ അത് കണ്ടില്ല, കണ്ടിന്യൂസ് അപ്പ് ട്രെൻഡിലാണ് പോകുന്നത്. ഇപ്പം ഇത് കണ്ടിന്യൂസ് അപ്പ് ട്രെൻഡിൽ നിൽക്കുന്ന ഷെയറാണ്. ഇപ്പോൾ ഇവിടെ ഒരു ലെവൽ ക്രിയേറ്റ് ചെയ്തിട്ടേക്കോ, ഒന്ന് റെസിസ്റ്റൻസും ആവറേജും സപ്പോർട്ടുമായിട്ട് ഇവിടെ കിടക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഇറങ്ങി വന്ന് ഈ ലെവലിന് താഴെ പോയിട്ട് തിരിച്ച് കയറുന്നുണ്ട്, വീണ്ടും ഇത് തിരിച്ച് മുകളിലോട്ട് കയറാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് ബൈയിങ്ങും നല്ല ചെയ്യാൻ പറ്റും, സെല്ലിങ്ങും ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ നമ്മൾ CPR സ്ട്രാറ്റജി നമ്മളെപ്പോഴും എടുക്കുമ്പോൾ തലേ ദിവസത്തെ നല്ല മൂവ്മെൻറ്റ് വന്ന ഷെയറാണ് എടുക്കുക. അപ്പോൾ അതിനകത്ത് എപ്പോഴും നമ്മൾ ഷോർട്ട് സെല്ലിനുള്ള അവസരം നോക്കിയിരുന്നിട്ട് അത് ചാൻസ് കിട്ടുമ്പോൾ ചെയ്യും. അഡാനി പവർ നോക്കിയിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. അഡാനി പവറിനകത്ത് ഇപ്പം നമ്മളിപ്പോൾ ലൈവ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം ഇവിടെ നമുക്ക് നല്ല അടിപൊളി ഒരു ചാൻസ് തന്നു, സെല്ലിങ്ങിന് ചാൻസ് തന്നു. അതിനുശേഷം അടുത്ത ലെവൽ ക്രിയേറ്റായി, ഇവിടുന്ന് നല്ലൊരു ചാൻസ് തന്നു. അതിനുശേഷം ഇത് താഴെ ട്രേഡായിട്ട് സപ്പോർട്ട് 2ൻ്റെ താഴെ കണ്ടിന്യൂസ് ട്രേഡാണ്. പക്ഷേ ഇതിൻ്റെ മുകളിൽ പ്രാവശ്യം ട്രേഡ് ആകുന്നുണ്ട്, പക്ഷേങ്കിൽ അവിടെ സ്റ്റേബിൾ ആകുന്നില്ല, തിരിച്ച് വീണ്ടും താഴോട്ടാണ് വരുന്നത്. അപ്പം കണ്ടിന്യൂസ് ഇത്രയും ട്രേഡ് ആയപ്പോഴത്തേനും അടുത്ത ലെവൽ ക്രിയേറ്റ് ചെയ്തു. അടുത്ത ലെവൽ ക്രിയേറ്റ് ചെയ്തപ്പം ഇവിടെ നമുക്ക് ഇവിടെ ഇങ്ങനെ കറങ്ങി അടിച്ച് ഇച്ചിരി നിൽക്കും, ഇങ്ങനെയൊക്കെ നിൽക്കും. എന്നിട്ട് ലാസ്റ്റിൽ ഇത് എൻ്റെ ഒരു കാൽക്കുലേഷൻ ഈ ഒരു ലെവലിന് താഴെ പോയി ഷെയർ. അപ്പം നമ്മൾ നോക്കണം, നമുക്ക് റിസ്ക് ചെറിയ റിസ്കിൽ എടുക്കുക. ഇപ്പോൾ ഇവിടുത്തെ എടുക്കുകയാണെങ്കിൽ നോർമൽ ഞാനാണെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസ് ഹൈയേ വെക്കത്തുള്ളൂ. ഹൈ വെക്കാൻ ആ രീതിയിൽ ഇപ്പം എനിക്കൊരു 1000 രൂപയുടെ ഇത് വെക്കാനാണ് ഞാൻ ലോസ് ഞാൻ എടുക്കാനുള്ളതെന്നുണ്ടെങ്കിൽ ഇവിടെ 20-25 ഷെയർ ഞാൻ ചെയ്യത്തുള്ളൂ. ഓൾറെഡി ഞാൻ നല്ല രീതിയിൽ ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒരു ലെവൽ കട്ട് ചെയ്ത് അതിനുശേഷം അടുത്ത ലെവൽ വരുമ്പം നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് ഇവിടെ കിട്ടത്തില്ല. എന്നാലും നമുക്ക് ഈവനിങ് ആകുമ്പോഴത്തേന് ഇങ്ങനെ ഇറങ്ങി വരും. ആ ഒരു പ്രതീക്ഷയിൽ നമുക്ക് ഇവിടെ എടുത്താൽ പോലും അറ്റ്ലീസ്റ്റ് നമുക്ക് അതിൻ്റെ മുമ്പിലുള്ള ഈ ഒരു ലെവലിൻ്റെ ഈ ആവറേജ് ഉണ്ടല്ലേ ബ്ലാക്ക് കളർ, അതിന് മുകളിലോട്ടൊരു സ്റ്റോപ്പ് ലോസ് മനസ്സിൽ വെച്ചിട്ട് വേണമെങ്കിലും ട്രേഡ് എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ പ്രഡിക്റ്റീവ് ചാനൽസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഷോർട്ട് സെല്ലിന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ CPRൻ്റെ ലെവൽ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ഡേ ഹൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ പിന്നെ പ്രഡിക്റ്റീവ് ചാനൽസിൻ്റെ ഹൈ ലെവലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റേഞ്ചിൽ നിന്ന് ഉറപ്പായിട്ട് ഒരു ഇറക്കം ഉണ്ടാണ്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങി നല്ല രീതിയിൽ ഇറങ്ങി. അതിനുശേഷം അടുത്ത ലെവലിൽ പോയി അവിടെ നോക്കുമ്പോഴും CPRൻ്റെ R1 ലെവലുണ്ട്, പ്രഡിക്റ്റീവ് ചാനൽസിൻ്റെ ഹൈ ലെവലുണ്ട്. ഈ 2 ലെവലിൻ്റെ മുകളിൽ ഈ ഷെയർ പോയാൽ ഉറപ്പായിട്ട് അവിടെ നിന്ന് ഒരു സെല്ലിങ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇറങ്ങുകയും ചെയ്തു. ഇപ്പോൾ അഡാനി ഗ്രീൻ എന്ന് പറഞ്ഞ ഷെയർ ആണെങ്കിലും നോക്കിയോ, അതിനകത്തും അതുപോലെ ചാൻസുകളാണ്. അഡാനി ഗ്രീൻ എന്ത് ചെയ്തു, ഇത് പ്രീവിയസ് ഡേ ക്ലോസിങ് ഇവിടെ ഓപ്പണിംഗ് ഹൈ ആണ്. ഓപ്പണിംഗ് ഹൈ ആയപ്പോൾ തലേ ദിവസത്തെ ആ ലെവലിൽ നിന്ന് പുതിയൊരു ലെവലിലാണ് ഇത് ക്രിയേറ്റ് ആകുന്നത്. പക്ഷേ ഇതിൻ്റെ ഇവിടെ ഓപ്പൺ ചെയ്തു, നേരെ ഇതിൻ്റെ ഹൈയിൽ പോയി. ഹൈയിൽ പോയതിന് ശേഷം കണ്ടില്ല, ഇവിടുന്ന് ഒരൊറ്റ സെല്ലിംഗ് ആണ്. 1054 നേരെ തിരിച്ച് 1024, 30 രൂപ ഒറ്റയടിക്ക് താഴെ പോയി. അതിനുശേഷം പെട്ടെന്ന് അടിച്ചിട്ട് അടുത്തൊരു ലെവൽ പോയി. അടുത്ത ലെവൽ പോയപ്പോൾ ഇവിടെ കണ്ടില്ല, ഇവിടെ ഒരു ലെവൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്, പക്ഷേങ്കിൽ അതിൻ്റെ ആവറേജിൽ അടിച്ച് താഴെ പോകുന്നു. അപ്പം നമ്മൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എൻട്രി എടുക്കാം. അത് പെട്ടെന്ന് ഒരു ഹെവി മൂവ്മെൻറ്റ് നടന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ അടുത്ത ലെവൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ അവിടുന്നും താഴോട്ടാണ് ഇറങ്ങുന്നത്. ഇവിടെ താഴോട്ട് ഇറങ്ങുമ്പോൾ നമുക്കിവിടെ R1ൻ്റെ സപ്പോർട്ടുണ്ട്. അപ്പം ഇതിന് താഴോട്ട് പോകണമെങ്കിൽ നമുക്ക് സെല്ലിംഗ് ആണ്. നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷന് ഇതിൻ്റെ ഒരു ആവറേജ്, ഇതിൻ്റെ ആവറേജ് എന്ന് പറയുമ്പോൾ ഈ ലെവലാണ്. അതായത് 1000. നമുക്ക് ഇത്രയും പോകേണ്ട കാര്യമില്ല, ഇതിന് മുകളിലോട്ട് തന്നെ വെച്ചാലും മതി. നമ്മൾ ഇപ്പോൾ ഈ പ്രഡിക്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഇത്രയും സമയമായിട്ടും അടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചാലും മതി, കുഴപ്പമില്ല. സ്റ്റോപ്പ് ലോസ് അടുത്താണെങ്കിൽ അതിന് മുന്നിലുള്ള ലെവലിൻ്റെ ആവറേജിനെ മുകളിലോട്ട് കൊണ്ട് വെക്കുക.
അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രഡിക്റ്റീവ് ചാനൽസിനെ പറ്റി. ഞാൻ ഇപ്പോഴത്തെ രീതിയിൽ ചെയ്യുന്നത്, എനിക്കത് 100%ഓളം സക്സസ് ആണെന്ന് ഞാൻ പറയും. നല്ല ചാൻസും തരുന്നുണ്ട്. ഞാൻ ഷോർട്ട് സെല്ല് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന, ഇപ്പോൾ അഡാനി ഗ്രീൻ ഇപ്പോൾ അഡാനി പവർ ആണെങ്കിൽ പോലും ഞാനിപ്പോൾ അതിൻ്റെ ഞാൻ ആദ്യം എടുത്ത ഷെയർ തൊട്ട് കാണിക്കാം. അഡാനി പവർ ഇവിടെ നോക്കിയാൽ മതി. ഞാൻ ഫസ്റ്റ് എൻട്രി നോക്കിയേ, സ്റ്റാർട്ടിങ് 100 ഷെയറെ തുടങ്ങി, 100 അടിച്ചു, പിന്നെ 200 ചെയ്തു, അതും കവർ ചെയ്തു, പിന്നെ 100 ഇങ്ങനെ ചെയ്തു, പിന്നെ പെട്ടെന്ന് ഹെവി മൂവ്മെൻറ്റ് വന്നപ്പോൾ നമ്മൾ നിർത്തിയാണ്. പിന്നെ ഹൈയിൽ പോയപ്പോൾ നമ്മൾ പിന്നെ ട്രേഡ് എടുക്കുന്നത് നോക്കിയാൽ 568, 64 ചെയ്തിട്ട് 54, 49, പിന്നെ അവിടെ വീണ്ടും പിന്നെ ക്വാണ്ടിറ്റി കുറച്ചു 75, 100 എന്നുള്ളത്. ഇങ്ങനെ ഇത് പല പ്രാവശ്യം ചെയ്തിട്ടാണ് ഞാൻ ആ ട്രേഡ് എടുക്കുന്നത്, അല്ല ഒറ്റയടിക്കല്ല ഇതിനകത്ത് എടുക്കുന്നത്. ഓക്കെ, അതുപോലെ ഇപ്പോൾ അഡാനി ഗ്രീൻ, ഇപ്പം എൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ അഡാനി പവർ ഇരിപ്പുണ്ട്, അഡാനി ഗ്രീൻ ഇവിടെ ഈ 2 പൊസിഷൻ ഇരിപ്പുണ്ട്, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇതെല്ലാം ആ ലെവൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പം അഡാനി പവർ ഞാൻ വെച്ചോണ്ടിരിക്കാൻ കാരണം അഡാനി പവർ ആവറേജിന് താഴെ നിൽക്കുവാണ്. അഡാനി പവർ ഇതിൻ്റെ ആവറേജ് ഉണ്ടല്ലേ 49.24, ഇതിന് ആവറേജിന് താഴെ നിൽക്കുക. അപ്പം എനിക്ക് പ്രതീക്ഷയുണ്ട് ഇപ്പം ഇത് വെച്ചിട്ടാണെങ്കിൽ പ്രഡിക്റ്റീവ് ചാനൽസിൻ്റെ ഇത് വെച്ചിട്ടാണെങ്കിൽ അഡാനി പവറെല്ലാം അടുത്ത ലെവൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കറങ്ങി എന്നാലും ഈ റേഞ്ചിന് താഴോട്ട് പോകും. അതുകൊണ്ട് 50 ഷെയറേ ഉള്ളൂ എനിക്ക് പോയെന്ന് പറഞ്ഞാൽ. 50 ഷെയർ ഇപ്പോൾ അഥവാ എൻ്റെ ഇതിന് മുകളിലോട്ട് പോയി സ്റ്റോപ്പ് ലോസ് അടിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷയമല്ല. എനിക്ക് ഓൾറെഡി എത്ര ഉണ്ട് അതിനകത്ത് പ്രോഫിറ്റ് ഇതുണ്ടല്ലോ, ഇവിടെ കാണാം 6000 സംതിങ്. ഇപ്പോൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് 200 കാണിക്കുന്നുണ്ട്. ഓക്കെ, എനിക്കിത് അടിച്ച് പോയെന്ന് പറഞ്ഞാലും കൂടി വന്നാൽ 500-600 രൂപ, അതിക്കുള്ളൊന്നും പോകത്തില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നോക്കി ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ ഞാൻ ആ പ്രഡിക്റ്റീവ് ചാനൽസ് വെച്ച് ചെയ്യുന്ന രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നെ. ഫ്യൂച്ചറിൽ അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായ അന്നേരം വീഡിയോ ചെയ്തു തരാം. ഓക്കെ, എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.